ഹായ്, ഇന്ന് നമുക്ക് നമ്മുടെ വയലറ്റ് പേരയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വരണേ. പേരക്കായ നമുക്കറിയാലോ, എല്ലാ സമ്പുഷ്ടമായ ഒരു ഫ്രൂട്ടാണ് പേര. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വിളഞ്ഞ പേരയ്ക്ക കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചെറുതിലേ മുതൽ നമുക്കിങ്ങനെ പേരമരത്തുമൊക്കെ കയറിയിട്ട് പേരയ്ക്ക കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വയലറ്റ് പേരയാണ്. ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്, വയലറ്റ് പേര നമ്മൾ കായ്ക്കണില്ല, കുരു നട്ടാൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിതൊരു കുരു മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഒരു 4.5 വർഷമായി. നമുക്ക് 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പേര കായ്ച്ചു. ഇപ്പോൾ ഇത് പറിക്കാറായിട്ടുണ്ട്, ഇത് പൊട്ടിക്കാറായിട്ടുണ്ട്. പക്ഷേ എനിക്കതിൽ കേടുണ്ടോയെന്നൊരു ഡൗട്ട്. എന്തായാലും നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം. അപ്പം നമ്മളിങ്ങനെ പേരയ്ക്ക ഇത്ര വേഗം ഉണ്ടാവാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ പേര നടുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം നല്ല വെയിലുള്ള സ്ഥലമാവണം. അത് ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ അങ്ങനെ തന്നെയാണ്. നല്ല വെയിൽ, സൂര്യപ്രകാശം നന്നായിട്ട് ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ ഏത് പഴച്ചെടികളും കുഴിച്ചിടാനായിട്ട്. പിന്നെ നമുക്ക് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഈ 2 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെടി നടാനുള്ള സ്ഥലമായി. പിന്നെ നമ്മൾ നടുമ്പോൾ, നമ്മൾ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നടുമ്പോൾ പോട്ടി മിക്സ് എങ്ങനെ ഇടണം, ഒരു 2 കൊല്ലത്തേക്ക് എങ്ങനെ വേണം ഈ ചെടികൾ പെട്ടെന്ന് വളർന്ന് കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ നമ്മൾ വേറെ എണ്ണത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടി, പിന്നെ നമ്മുടെ കൊക്കോ പീറ്റ് ഉണ്ടെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ മണൽ ഉള്ളത് അത്, പിന്നെ വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കോഴിക്കാഷ്ടോ അല്ലെങ്കിൽ സൂപ്പർ മില്ല് എന്തെങ്കിലും അങ്ങനെ ഒരു വളങ്ങളൊക്കെ 2-3 തരം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടിയുടെ തൈ നടാനായിട്ട്. ഇത് നമ്മൾ നമ്മൾ കുരു മുളപ്പിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു തൈയാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു 3-4 എണ്ണം അത് കിട്ടിയുള്ളൂ. ഇപ്രാവശ്യം നമ്മളത് കറക്റ്റ് പ്രൂൺ ചെയ്യണം. പിന്നെ നമ്മൾ ഈ പഴച്ചെടികൾ നമ്മൾ വെട്ടാതെ നിർത്തിയാലും, എന്നാൽ പണ്ട് നമ്മുടെ മരത്തുമ്പോൾ ഉണ്ടായിരുന്നില്ല, ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ ഇത് നല്ല സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോകണം. കണ്ട, നമുക്ക് എപ്പോഴും എത്തിച്ച് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾക്കിത് കണ്ടാലറിഞ്ഞാൽ അവിടെയൊക്കെ കൊമ്പുകൾ വെട്ടണതാണ്. ഇപ്പോൾ ഈ ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ വെട്ടും. അപ്പോൾ വെട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ജൈവ സ്ലറി ഈ പഴവർഗ്ഗങ്ങൾ ചെടികൾ വളരാൻ ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ ജൈവ സ്ലറി. അപ്പോൾ അത് കാണാത്തവരൊക്കെ നമ്മുടെ വീഡിയോകളും കയറി കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ കേട്ടോ. അപ്പോൾ അത് ജൈവ സ്ലറി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വളർന്ന് കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ നോക്കി ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്തെങ്കിലും ഒരു വളം, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറിയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ ഇത് പൂത്തുടങ്ങും. കണ്ടോ? അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒരു 10 കായലും കൂടുതലുണ്ട്. ഇതിൻ്റെ കായും നല്ല മധുരം സ്വാദുള്ളത് തന്നെയാണ് കേട്ടോ. കണ്ടോ? എന്നാൽ കേടുകൾ ഉണ്ടാവില്ലേ, പേരയമ്മ ഉണ്ടാവും. കണ്ട് ഈ പേരക്കായമ്മ കണ്ടു നിങ്ങൾ, നമ്മുടെ മാവുമ്മയൊക്കെ ഇരിക്കുന്ന ഒരു തരം ഒരു സ്വർണ്ണ കളർ പോലത്തെ ഒരു പ്രാണി, അത്ര നല്ലതൊന്നല്ല. കണ്ട ഇത് അതുപോലെ തന്നെ ഇതുമ്പോൾ നോക്കി കണ്ട, ഇതൊക്കെ ഇതിന് കേടുകൾ കൊണ്ടുവരാനുള്ളതാണ്. ഞാൻ പിന്നെ വിഷം അടിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജൈവമെല്ലാം അടിക്കാൻ പറ്റും. ഇത് ഇപ്പം നേരിട്ട് പാകമായി തുടങ്ങി, അല്ലെങ്കിൽ പിന്നെ കവർ കെട്ടണം ഇനി. പക്ഷേ ഞാൻ അത് കുറച്ച് ദിവസമായി ഈ ഭാഗത്തേക്കൊന്ന് കടന്നിട്ട്, അതുകൊണ്ട് ഇത് ചിലപ്പോൾ ആയി ഉണ്ടാവും. ഇതിന് നമുക്ക് കവർ കെട്ടാനായിട്ട് പറ്റും. പക്ഷേ വലിയ മരമായി നമുക്ക് കവറൊന്നും കെട്ടാൻ പറ്റില്ല. പിന്നെ നമ്മൾ പേരയ്ക്ക് കാണുന്ന മറ്റൊരു കേടാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ മില്ലി ബഗ്. ഇതിനൊരു വർഷം നിറച്ച് ഇതിൻ്റെ പുറകിൽ ഒരു തരം പ്രാണി, അത് പ്രാണി എന്ന് പറയാൻ പറ്റില്ല, അതിന് ജീവനൊന്നുമില്ല. ഈ മില്ലി ബഗിന് വേറൊരു രൂപം, ഫുള്ള് എല്ലാം അങ്ങനെ ഉണക്കി കളഞ്ഞു. അങ്ങനെ ഞാൻ ഈ കമ്പൊക്കെ വെട്ടിയിട്ട് നമ്മുടെ മറ്റുള്ള ചാനലുകളിൽ പറഞ്ഞിട്ടുള്ള പോലെ വെള്ളിച്ചടയൊക്കെ മരുന്നുകൾ അടിച്ചപ്പോഴാണ് ഈ ചെടി കണ്ടാൽ അത് ഉണങ്ങി പോയ പോലെ നടന്നതിൻ്റെ ഫുള്ള് എല്ലാം നീര് വറ്റി കുടിച്ചിട്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അതെ, ഇത് പൊട്ടിച്ച് നോക്കാം, എന്താ പന്തിയെന്ന് അറിയില്ല. ഞാൻ മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ, ഇപ്പോൾ ഇത് കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞാൽ ആവും. ഇതുമ്മിലും എന്തോ ഒരു ഇതുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറിയൊരു കേട് ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കായകൾ പിടിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ പേരത്തൈ വെച്ച് പിടിപ്പിച്ച് നോക്കുക. അതുപോലെ തന്നെ പ്രൂൺ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡ്രമ്മിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും നമുക്ക് ഉയർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കൊമ്പ് ഇടയ്ക്കിടയ്ക്ക് കോതി വെട്ടി കൊടുക്കുക തന്നെ വേണം. താഴത്ത് വെക്കുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ശല്യങ്ങളില്ല. ഒന്നിപ്പോൾ വെട്ടാൻ മറന്നാലും കുഴപ്പമില്ല. നമുക്കൊക്കെ വരുന്നൊരു ബുദ്ധിമുട്ടാണ്, എങ്ങനെ വെട്ടുക എന്നുള്ളൊരു വിഷമം എനിക്കും ഉണ്ട് കേട്ടോ അത്. പക്ഷെ വെട്ടുമ്പോഴാണ് കായ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം. ഇത് നമ്മുടെ വേറൊരു പേരയാണ്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ വെട്ടിയപ്പോൾ നല്ലോണം കായ പിടിച്ചു തുടങ്ങി. പിന്നെ ഇത് താഴത്തായതുകൊണ്ട് ഇത് വെട്ടി കഴിഞ്ഞാൽ നല്ല ശക്തിയാണ് കേട്ടോ. പിന്നെ ഇത് ലൈൻ്റെ അടുത്തായി കറന്നുകൊണ്ടേ നമ്മൾ വെട്ടിയെങ്കിലും അവർ കൃത്യമായിട്ട് വന്ന് എല്ലാ കൊല്ലം നമുക്ക് പ്രൂൺ ചെയ്ത് തരും. കറണ്ട് കമ്പിക്കാർ വന്നിട്ട് വെട്ടി തരും. നമുക്ക് ഈ ഭാഗത്തുകൊണ്ട് കുറച്ച് കായ ഇതേ ഇവിടെ കണ്ടു. അപ്പോൾ ഇങ്ങനെ കമ്പിൽ ഉണ്ടാവും. ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേറൊരു ഇതിലും ചെറിയൊരു പേരമ്മ കാണാം കേട്ടോ.
അപ്പോൾ ഇത് കാണിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതുപോലെ പേര ഉണ്ടാവാത്തവരാണെങ്കിൽ, പേരക്കായ ഇതുവരെ ഉണ്ടായില്ല എന്നുള്ള വിഷമുള്ളവരാണെങ്കിൽ കൊമ്പ് വെട്ടിയിട്ട് ഏത് സമയത്തും നമുക്കിത് ചെയ്യാം കേട്ടോ. അതിന് സീസണൊന്നുമില്ല, ഏത് സമയത്തും പേര പ്രൂൺ ചെയ്യാം. അപ്പോൾ നമുക്ക് കായ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. വേറൊരു ചെറിയ പേര കാണിച്ചു തരാം. അതുപോലെ നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയൊരു തൈയാണ് കണ്ടത്. ഇത് നല്ല ആരോഗ്യത്തിൽ വളരുന്നുണ്ട്. ഞാനീ പറഞ്ഞ പോലെയൊക്കെ ചെയ്തപ്പോഴാണ് ഇതൊക്കെ വരണത് കേട്ടോ. ഇത് വേറൊരു പേര കണ്ട. അപ്പോൾ ഇതിൻ്റെ വണ്ണവും ഇത്ര ഉള്ളൂ, ഇത് അത്ര വലിയ പേരയൊന്നുമല്ല. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നടുന്ന സ്ഥലമാണ് ആദ്യം നമ്മൾ നല്ല വെയിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. പിന്നെ വേറെ വല്ല മരങ്ങൾ കുറച്ച് കഴിയുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ സൂര്യൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ തിരിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ വല്ല ഭൂമി തിരിയുമ്പോൾ നമുക്ക് സൂര്യൻ്റെ ഷെയ്ഡ് കിട്ടുന്നത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചില സമയത്ത് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വെയിൽ കുറയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഗ്രോ ബാഗ് അല്ലെങ്കിൽ പാത്രമാണെങ്കിൽ നമുക്ക് എടുത്ത് നീക്കാം. നമ്മൾ താഴത്ത് നടുന്ന ചെടിയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഫ്രൂട്ട്സ് പ്ലാന്റ് നടാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 3 കൊല്ലം, ഞാൻ ഗ്യാരണ്ടിയാണ്, 3 കൊല്ലം കഴിഞ്ഞാൽ താഴത്ത് നടുന്ന പേര അതുപോലെ എല്ലാ സാധനവും ഇതുപോലെ പ്രോപ്പറായിട്ട് വളം കൊടുത്താൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടി ഞാൻ പറയുന്നത്, നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയാണ്. ഉണ്ടോ, ഉള്ള് പക്ക വയലറ്റാണ്. ഒന്നുകൂടി പഴുക്കാട്ടോ അത് വേണമെങ്കിൽ. ചെറിയ കേടുണ്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ചെറിയൊരു കേടിനുള്ള സാധ്യത ഉണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു കഷ്ണം കിട്ടുമായിരിക്കും. കഴിച്ച് നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. മധുരമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കേടുണ്ട്. ഞാൻ പറഞ്ഞില്ല അതിൽ ഉറുമ്പിൻ്റെ ഒരു ശല്യം, അത് കവർ കെട്ടി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കേ.